നമ്മൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മൃഗങ്ങളെ കൊല്ലുന്നുണ്ട്. നായാട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു തരത്തിലുള്ളൊരു നിയന്ത്രണമാണ്. ഒരു വല്ലാതെ വളരുന്നതിന് വല്ലാതെ കൂടുന്നതിന് ഉള്ളൊരു തടസ്സമായിട്ടത് വരുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രമാണല്ലോ ഇങ്ങനെയൊരു നിലയുള്ളത്. ഇതിനെ തൊടാൻ പാടില്ല, തൊടാനേ പാടില്ല എന്നുള്ളൊരു അവസ്ഥയുള്ളത് നമ്മുടെ രാജ്യത്ത് മാത്രമാണ്. അതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ചെറുതല്ല. പണ്ട് ആളുകൾ പറയുന്നൊരു തമാശയുണ്ട് വീരപ്പനെ പറ്റി. വീരപ്പൻ അന്നേരം പറയുമ്പോൾ ഞാനില്ലാതായാലും മനസ്സിലാവും നിങ്ങൾക്ക് എൻ്റെ വില. അപ്പോൾ സിഎമ്മിൻ്റെ നിലപാട് ഈ വന്യമൃഗങ്ങളുടെ പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു നിയന്ത്രണ വിധേയമായി. അതെ, ഒരു സമയം ഒരു ഘട്ടം അതിനനുവദിക്കണ്ടേ? അതിൽ തീരെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവർക്കെന്താ നിയന്ത്രണം പിന്നെയുള്ളത്? ഇതിങ്ങനെ ഇപ്പോൾ പണ്ട് കാട്ടുപന്നി എന്ന് പറയുന്നത് വളരെ അപൂർവമായി. എൻ്റെ എല്ലാം ചെറുപ്പകാലത്ത് കാട്ടുപന്നിയെ പറ്റി കേട്ടതേ ഉള്ളൂ. നമ്മളൊന്നും കാട്ടുപന്നിയെ കണ്ടിട്ടില്ല. ഇപ്പം കാട്ടുപന്നിയെ കാണാത്തവരുണ്ട് ആരെങ്കിലും കേരളത്തിൽ? കാടേ ഇല്ലാത്ത ആലപ്പുഴയിലൊന്നും കാടില്ലാരും. അവിടെ തന്നെ പിന്നെ പന്നിയല്ലേ ധാരാളം എല്ലാ സ്ഥലത്തും. ഇത് കൃഷി മുഴുവൻ നശിപ്പിക്കുകയല്ലേ, നാട്ടിൽ മുഴുവൻ നാശം ഉണ്ടാക്കുകയല്ലേ. ഇപ്പം നമ്മളതിനെ കൊല്ലാൻ വേണ്ടി നിലപാടെടുത്തു, പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുത്തു. അപ്പോൾ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ പിന്നെ ഉദ്യോഗസ്ഥന്മാർ പോവുകയാണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വല്ലാതെ അതിന് മെനക്കെണ്ടെന്നുള്ളത്. ഇതിങ്ങനെ മൃഗങ്ങളെ ഒന്ന് നിയന്ത്രിക്കുന്നതിനാവശ്യമായ ചില നടപടികൾ അത് പൊതുവിൽ വേണ്ടതാണ്. അതിന് നമ്മുടെ രാജ്യത്തെ നിയമത്തിൽ മാറ്റം വരണം. ആ മാറ്റം വരണം എന്നാണ് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ സമ്മതിച്ചിട്ടില്ല, പക്ഷേ നാളെ അത് സമ്മതിക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. അതാണ് അവസ്ഥ. നിയന്ത്രിതമായി നായാട്ട് നടത്താം. അതെ, നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് ഇങ്ങനെ ഒരു നില വേണമെന്നുള്ളത്. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിലപാട് മലയോര ജനതയെ സർക്കാരിനെതിരാക്കി എന്നുള്ളതൊരു സത്യമാണ്. ഈ പ്ലാന്റേഷനുകൾ വനത്തിനുള്ളിൽ ഈ ഗ്രാസ് ലാൻഡ്, അതായത് പുൽമേടുകൾ പ്ലാന്റേഷൻ ആക്കിയത് വനം വകുപ്പ് തന്നെയാണ് ഒരു 3 ദശാബ്ദം മുമ്പ്. അപ്പോൾ ആ നിലപാടുകളാണ് ഈ വനം നശീകരണത്തിനും അത് മൃഗങ്ങൾ പുറത്തേക്ക് വരാൻ കാരണമെന്ന് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ഇതിനൊക്കെ ഒരു കറക്ഷൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞതാണ് ഈ പ്ലാന്റേഷനുകളെല്ലാം സ്വാഭാവിക വനമാക്കുന്നു. അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഇതിൻ്റെ എന്തെങ്കിലും പ്ലാന്റേഷൻ സ്വാഭാവിക വനമാക്കും ഞങ്ങളൊരിക്കലും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളെ പടലിക്ക് ചെറുതിങ്ങനെ ചാർത്തി തരാറുണ്ട്. ഞങ്ങൾ പ്ലാന്റേഷൻ നാട്ടിന് ആവശ്യമാണെന്നുള്ളത് അറിയാണ്. നമ്മുടെ നാട്ടിൽ തെറ്റായൊരു ധാരണയുണ്ട്. ഈ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ആവശ്യമില്ല, അതെടുത്തിട്ട് കുറേ ആൾക്ക് ഭൂമി ആയിട്ട് കൊടുക്കണം, പിന്നെ ഈ പറഞ്ഞ പോലെ വനമാക്കണമെന്നൊക്കെയുള്ള വനവൽക്കരണം നല്ല നിലക്ക് നമ്മുടെ നാട്ടിൽ നടന്നല്ലോ. വനവൽക്കരണം കൂടിയൊരു സംസ്ഥാനമാണ് കേരളം. നേരത്തെയുള്ള വനത്തിൻ്റെ വിസ്തൃതിയേക്കാളും കൂടുതലായിട്ടുണ്ട് കേരളത്തിൽ. പ്ലാന്റേഷൻ്റെ കാര്യം നമ്മുടെ നാടിൻ്റെ ഒരു ഭാഗം പ്ലാന്റേഷൻ തന്നെയാണ്. അത് നിലനിർത്തണം തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അത് പ്ലാന്റേഷൻ രംഗത്ത് ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവരെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആ പ്ലാന്റേഷൻ രീതികളിൽ ചില മാറ്റങ്ങൾ വേണമെന്ന് അവർക്ക് അഭിപ്രായമുണ്ട്, ഞങ്ങൾക്കും അഭിപ്രായമുണ്ട്. പക്ഷേ നടപ്പായിട്ടില്ല അത്ര കണ്ട്. അപ്പോൾ പഴയ രീതിയിൽ തന്നെ പ്ലാന്റേഷൻ നിലനിൽക്കണം എന്ന് കാണേണ്ടതില്ല. നല്ല ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. ഒരു ഭാഗം അങ്ങനെയാവാം എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കപ്പെടേണ്ടതുകൊണ്ട് അത് നടപ്പായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ തന്നെ ഒരു ഭാഗം ഇതിനു വേണ്ടി ഉപയോഗിക്കാമെന്ന് കേരളം കണ്ടിട്ടുണ്ട്. അത് വേണ്ടത്ര ഫലപ്രദമായിട്ട് പ്ലാന്റേഷൻകാരും ഉപയോഗിക്കാത്ത നില ചിലയിടത്തുണ്ട്. തടസ്സമില്ല, പക്ഷേ പ്രയോഗത്തിലും അധികം വന്നിട്ടില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. ഇനി നമുക്കത് നല്ല നിലക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് പൊതുവെ ഞങ്ങൾ കാണുന്നത്. ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് പോകണമെന്നാണ്. ഏതായാലും പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് നല്ല നിലക്ക് പ്ലാന്റേഷൻ നമ്മുടെ നാടിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാക്കി നിലനിർത്തണം തന്നെയാണ് സംസ്ഥാനം കാണുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ഫോറസ്റ്റ് പ്ലാന്റേഷൻ. കാട്ടിനകത്തുള്ള ശരിയാണ്. കാട്ടിനകത്ത് ഇത്തരം ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിൽ, പിന്നെ യൂക്കാലിപ്സ് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ, അതിനൊക്കെ ഫോറസ്റ്റുകാർക്ക് പങ്കുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ പണ്ടേ സംഭവിച്ചു പോയതാണ്. ആ കാര്യം തിരുത്താനാണ് ഇപ്പം നമ്മൾ നടപടികളെടുക്കുന്നത്. പിന്നെ ഒരു ജനാഭിമുഖ്യ സമീപനം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ആ നിലക്ക് തന്നെ ഞങ്ങൾ ഒരു നിലപാടെടുക്കുകയും കഴിഞ്ഞൊരു തവണ വനം മന്ത്രി
വനവുമായി തൊട്ടുകിടക്കുന്ന പഞ്ചായത്തുകളിലാകെ ഒരു സന്ദർശനം നടന്ന നിലയുണ്ടായി. അത് യഥാർത്ഥത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ആദ്യത്തെ അനുഭവമായിരുന്നു. കാരണം ജനങ്ങളെ ആകെ നേരിട്ട് ഇങ്ങനെ അടുത്ത് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് സമീപനം പറയുക. അങ്ങനെ വന്നപ്പോൾ അത് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഒരു വിദ്യാഭ്യാസമായി മാറിയിട്ടുണ്ട് എന്നാണ് പിന്നീടുള്ള അനുഭവം. നല്ല ജനാഭിമുഖ്യത്തിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടുണ്ടാവില്ല, എന്നാലും നല്ല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം CM കണ്ണൂരിൽ വെച്ചിട്ട് ഈ പന്നികളുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോകണ്ട എന്ന് പറഞ്ഞു. അത് ഈ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇടയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള. കഴിഞ്ഞ ദിവസം മാർ പാംപ്ലാനി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരിയായ നിലപാട്, അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന് പറഞ്ഞു. ഒരു അവരുടെ ഈ മലയോര ജനതയുടെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ നിലപാടിലൊരു മാറ്റം മുഖ്യമന്ത്രി ആ ഒരൊറ്റ പ്രസ്താവനയിൽ വന്നു. അല്ല, അതിൽ പന്നിയെ കൊന്നു കഴിഞ്ഞാൽ അതിൽ മണ്ണെണ്ണയാണോ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണോ നോക്കാൻ പോകേണ്ട കാര്യമില്ല. അതെന്തോ ആയിക്കോട്ടെ, കൊല്ലുക എന്നുള്ളത് ഒരാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. പോലീസിനകത്ത് ഇപ്പോഴും പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ പുറത്ത് ഗവൺമെന്റിന്റെ ഒരു നയം മനസ്സിലാകാത്ത ഒരു വിഭാഗം ഇപ്പോഴും പോലീസിലുണ്ടോ? കുറച്ചൊരു പോലീസായാലും സർവീസ് മേഖലയാകെയായാലും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമല്ലേ. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗം പിന്നെ അപ്പുറത്തിരിക്കുകയല്ലേ. അപ്പോൾ അതിനകത്ത് എല്ലാവരും കാണുമല്ലോ. നമ്മൾ കാണേണ്ടത് ഇപ്പോൾ സർവീസ് മേഖല പോലീസ് അടക്കം വെച്ചോ നിങ്ങൾ. ആ സർവീസ് മേഖലയിലുള്ള എല്ലാവരും അത് ലക്ഷക്കണക്കിന് ആളുകളല്ലേ. ഇപ്പോൾ സമൂഹത്തിനൊരു പരിച്ഛേദമായിട്ടല്ലേ വരുന്നത്. എല്ലാ വിഭാഗക്കാരും അതിലുണ്ടാവും. അതിനകത്ത് പിന്നെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ അനുകൂലിക്കുന്നവരുണ്ടാവും, പ്രതികൂലിക്കുന്നവരുണ്ടാവും, ഭയങ്കരമായിട്ട് ആക്ഷേപിക്കുന്നവരുണ്ടാവും, വല്ലാതെ അധിക്ഷേപിക്കാൻ തയ്യാറാകുന്നവരുണ്ടാവും. അതെല്ലാം ഉണ്ടാവില്ലേ. പക്ഷേ അവരെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു രീതി അതല്ലേ. ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണല്ലോ. അവരൊക്കെയാണല്ലോ ഗവൺമെൻറ് വക്താക്കളായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് മാറിപ്പോയാൽ അപ്പോൾ ഗവൺമെൻറ് നടപടികൾ സ്വാഭാവികമായിട്ട് വരും. അതാണ് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ അഭിപ്രായം ഒന്നും മാറ്റാൻ ഗവൺമെൻറ് കഴിയില്ലല്ലോ. അഭിപ്രായം തുടരുമല്ലോ. ഈ പോലീസിന് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തത് ഒരു അബദ്ധമായി പോയി എന്ന് പറയുന്ന പാർട്ടിക്കാരുണ്ട്. അതെന്നെ എങ്ങനെയാണ് കാണുന്നത്? പോലീസിന് ഫ്രീ ഹാൻഡ് അല്ല, നിയമപ്രകാരം കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരു തടസ്സവും പോലീസിനില്ല എന്നുള്ളതാണ്. അത് നല്ല കാര്യമായിട്ടാണ് പൊതുവിൽ കണ്ടിട്ടുള്ളത്. പൊതുവെ പാർട്ടിയുടെ അഭിപ്രായം അത് തന്നെയാണ്. പാർട്ടിയും അത് തന്നെയാണ് കാണുന്നത്. എനിക്കൊന്നും അത് തന്നെ തുടർന്ന് ചോദിച്ചാൽ ഈ മുൻപ് പറഞ്ഞിരുന്നൊരു ആക്ഷേപം ഈ സെൽഭരണമായിരുന്നു. ഇപ്പോൾ പാർട്ടി ഭരിക്കും, അപ്പോൾ പാർട്ടി പോലീസിനെ ഭരിക്കുന്നു. ഇപ്പോൾ അങ്ങനെ ഭരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ഷേപം. അത് ഇല്ല, അതിലൊന്നും പറയാനില്ല. CM ആദ്യം ഭരണത്തിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണെന്ന് ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചിരുന്നു. എന്നാൽ ആ രീതിയിൽ ആ ഒരു സീരിയസ്നെസ്സോടുകൂടി അവരതിനെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഫയലിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും ഇനിയും മാറേണ്ടതുണ്ട്. ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പെട്ടെന്ന് മാറില്ലല്ലോ. നമ്മളൊക്കെ ആർജിച്ച ചില ശൈലികൾ, സംസ്കാരങ്ങളൊക്കെ ഉണ്ടാവും. അതങ്ങനെ തുടർച്ചയായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മാറി വരിക. നല്ല മാറ്റം, പുരോഗമനപരമായ മാറ്റം സംഭവിക്കുന്നുണ്ട്. കൂടുതൽ നല്ല ഫലം നമുക്ക് ഉണ്ടാക്കാനും കഴിയും. ഈ ഫയലിൽ പറഞ്ഞപ്പോഴേ ചോദിച്ചത് ഈ IAS ഓഫീസേഴ്സിനിടയിൽ മുൻപുണ്ടായിരുന്നതുപോലെ ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഈ പരസ്യമായ വിഴുപ്പലക്കൽ ഇപ്പോഴുണ്ട്. ഇപ്പോൾ ഒരു ഓഫീസർ കുറേ നാളായിട്ട് സസ്പെൻഷനിലായിട്ട് പുറത്തിരിക്കുകയാണ്. വേറെ ആൾ സസ്പെൻഷൻ കഴിഞ്ഞിപ്പോൾ 2 മാസം മുന്നേ കയറിയതേ ഉള്ളൂ. ഈ IAS ഓഫീസേഴ്സിനെ അവരുടെ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നടക്കുന്നു. അത് എങ്ങനെയാണ് ഗവൺമെൻറ് അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് വിമർശിക്കുന്ന ഒരു സ്ഥിതി വരുന്നു. സർക്കാർ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. കാരണം ഒരു IAS ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ മുന്നിലുള്ള ചില പ്രതീകങ്ങളാണ്. അവർ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ നിർവഹിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുമ്പോൾ വല്ലാത്ത ഒരു പ്രതികരണം ആളുകളിൽ നിന്നുണ്ടാവും. പൊതുവിൽ അതുണ്ടാകുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്.